ഇപ്പോൾ യൂസ്ഡ് ആണെങ്കിലും പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു ടീമിനെ വിളിച്ചാൽ തന്നെ ആക്ച്വലി നല്ലതാണ്. കാരണം നമുക്ക് പുതിയ വണ്ടിയാണെന്ന് വെച്ചാൽ കണ്ണും പൂട്ടി എടുക്കുന്നതിന് അർത്ഥമില്ല. പല പ്രശ്നങ്ങളും നമുക്ക് വണ്ടിയുണ്ട്. അത് വണ്ടിയുടെ കുഴപ്പമില്ല, അത് ഡീലർഷിപ്പ് സൈഡിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നങ്ങളാണ് അവർ കവറപ്പ് ചെയ്യാൻ നോക്കുന്നത്. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ടാറ്റ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ്. എങ്ങനെ ടാറ്റ നെക്സോണിലേക്ക് എത്തി? ബിക്കോസ് ഞാൻ ഒരു ടാറ്റ ഫാനാണ്. അത് ശരി. നമ്മളിപ്പോൾ കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ സ്റ്റിയറിംഗിൽ ഒരു പിടുത്തം കിട്ടി. അത് ടാറ്റയ്ക്കുള്ളതാണ്. ഇത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ്. അപ്പം അതിന്റെ സിറ്റിയിൽ കുറച്ച് ടൈറ്റ് ആണ്. ഓക്കെ ഓക്കെ. പക്ഷെ ഹൈവേയിൽ ഭയങ്കര സ്റ്റേബിളാണ്. ഇപ്പം ക്യാമറമാനും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന ആളും ഈ വണ്ടി ഇപ്പോൾ ഓടിക്കുന്ന ആളാണ്. ഓക്കെ. പക്ഷേ ക്യാമറ മുന്നിൽ വരാൻ മടിയാണ്. ഇവനിത് 140-150 കൂളായിട്ട് ഓടിച്ചോണ്ട് ഞാൻ പുറകെ കിടന്നുറങ്ങും. അത്ര സ്റ്റേബിളാണ് വണ്ടി. ഇത് 170-175 കയറിയിട്ടുണ്ട് രാമേശ്വരം പോയപ്പോൾ. ഇത് വീട്ടിൽ ആദ്യത്തെ ടാറ്റ വണ്ടിയാണ്. എങ്ങനെ ടാറ്റയിലേക്ക് എങ്ങനെ എത്തി? അമ്മയ്ക്ക് ടാറ്റ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ടിയാഗോ ഓട്ടോമാറ്റിക്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും പിന്നെ എനിക്ക് ഇപ്പം ഈ പബ്ലിക്കിൽ അറിയുന്ന ആ ഒരു ടാറ്റേൻ്റെ ഒരു ബാഡ് നെയിം ഉണ്ടല്ലോ. ടാറ്റയ്ക്ക് പൊതുവേ ഒരു മിക്സ്ഡ് റിവ്യൂസ് ആണ് എല്ലായിടത്തും. പക്ഷെ എനിക്ക് ഇതുവരെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. എവിടെ പോയാലും ഇപ്പം ടാറ്റ അമ്മേൻ്റെ വണ്ടിയാണെങ്കിൽ തന്നെ KL രജിസ്ട്രേഷൻ, ഞങ്ങൾ മംഗലാപുരത്തായിരുന്നു, അവിടുത്തെ സർവീസ് ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ആയി. വണ്ടീൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ആ ഇൻറ്റീരിയറൊക്കെ കുറച്ചുകൂടി ആ പ്രൈസിന് എനിക്കൊരു പ്രീമിയം ആയിട്ട് തോന്നി. പിന്നെ ടാറ്റേൻ്റെ ബിൽഡ് ക്വാളിറ്റി അറിയാലോ. അപ്പോൾ ഒരു ടാറ്റ ഫാനാണ് പുള്ളി. ഞങ്ങൾ മാത്രമല്ല, എൻ്റെ കൊച്ചനും ടാറ്റ ഹരിയർ ഉണ്ട്, ചേച്ചിക്ക് ഒരു ടിയാഗോ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു 4 ടാറ്റ ഉണ്ട് ഓൾറെഡി. ആർക്കും എല്ലാവരും ഹാപ്പിയാണ്. കൊച്ചച്ഛൻ്റെ അച്ഛൻ തുടങ്ങിയതാണ് ഈ ടാറ്റേൻ്റെ പരിപാടി. ഇൻഡിക മറ്റേ ലോങ് വീൽ ബേസ് ഇല്ലേ, അതായിരുന്നു പുള്ളിക്കുള്ളത്. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് കൊച്ചി പോയി വരുമായിരുന്നു അതിൽ അന്ധകാലത്ത്. അപ്പം അതിൽ നിന്നാണ് ഞങ്ങൾക്കത് തുടങ്ങിയത്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ എല്ലാവരും ടാറ്റ ഫാൻസ്. ആർക്കും ഒരു പ്രശ്നമില്ല, ഇതുവരെ ഒരു പ്രശ്നമായിട്ടില്ല. അത് ശരി. അതിപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കും ഈ ടാറ്റ വണ്ടി എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഫുൾ ടാറ്റയ്ക്ക് തെറി മയമായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ 1-2 ഫ്രണ്ട്സ് ഇപ്പോൾ അനന്തു അടക്കം പറയാണ് ടാറ്റ എനിക്ക് പ്രശ്നങ്ങളൊന്നും തന്നിട്ടില്ല എന്നുള്ളത്. അതെനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഹാപ്പി കസ്റ്റമേഴ്സും ഉണ്ട്, അല്ലാത്ത പണി കിട്ടിയ കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ അനന്തു പറയണത് അനന്തുവിന് ഈ വണ്ടി എടുത്തിട്ട് ഇതുവരെ ഒരു പ്രശ്നമായിട്ടില്ല. അത് ശരി. ഇപ്പോൾ 68,000 കിലോമീറ്റർ. ഇതിൻ്റെ ഇടയിൽ മേജർ സർവീസ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ട്? ഈയിടെ എനിക്കൊരു പണി കിട്ടിയായിരുന്നു. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അവർ പറഞ്ഞ ഡീസൽ നെക്സോണിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. കൂളൻ്റ് ലീക്കായി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കൂളൻ്റ് പമ്പ് അത് അതിൻ്റെ സീലൻറ്റ് അത് പോയതാ. സീലൻറ്റ് മാത്രമായിട്ട് മാറി കിട്ടില്ല, പമ്പ് മൊത്തത്തിൽ മാറ്റണം. അപ്പം അതാണ് ആകെ ഒരു പ്രശ്നം വന്നത്. അല്ലാണ്ട് വേറെ ജനറൽ സർവീസ് ഒക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ എത്രയാണ് വരുന്നത്? സർവീസ് എനിക്ക് വേറെ ഒരു നിസാൻ ടെറാനോ ഉണ്ട്. ഓക്കെ ഓക്കെ. അതിനൊരു മിനിമം 10,000 റുപ്പീസ് വരും. ടെറാനോ ഡീസൽ തന്നെ? ടെറാനോ ഡീസൽ. അത് 240,000 ഓടിയ വണ്ടിയാണ്. ഇപ്പോഴും വെച്ചിട്ടുണ്ട്? ഉണ്ട്. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു മിനിമം സർവീസ് കോസ്റ്റ് വന്നുകൊണ്ടിരുന്ന 10,000. അത് വെച്ച് നോക്കുമ്പോൾ അത് എല്ലാ 10,000 കിലോമീറ്റേഴ്സിനും? എല്ലാം 10,000 കിലോമീറ്റർ. അല്ലെ ഇയർലി വൺ സർവീസ്? ഇയർലി ഞങ്ങളൊക്കെ നല്ല ഓട്ടം ഉണ്ടായിരുന്നു. ഒരു ഇയർലി എനിക്ക് ഒരു 45,000-50,000 കിലോമീറ്റർ ഓടുമായിരുന്നു. ശരി. ഓക്കെ ഓക്കെ. കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ ഓടിയത്. ആ ഒരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് 65,000-70,000 കിലോമീറ്റർ ക്ലോക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ സർവീസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ചീപ്പാണ്. അപ്പോൾ ഇതിന് പൊതുവെ ഓട്ടം കുറവാണ് ഈ വണ്ടിക്ക്? ഇത് ഓട്ടം ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട്, പാലക്കാട് നിന്ന് കണ്ണൂർ മംഗലാപുരം, തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോൾ 2,800 കിലോമീറ്റർ ഓടി. മനസ്സിലായി. അപ്പോൾ അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണ്. ടെറാനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ റേറ്റ് ചീപ്പാണ്. നിസാൻ്റെ പൊതുവെ സർവീസ് എക്സ്പെൻസീവാണ്. ഇതൊരു 6 to 7. ശരി. ഡീസലായിട്ടും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ AMT അല്ലേ? പൊതുവെ AMTക്ക് ഒരു ലാഗിന്റെ പ്രശ്നം പലരും പറഞ്ഞേക്കാം. അതെ. ഇതിനും ആ പ്രശ്നമുണ്ടോ? ലാഗുണ്ട്. AMT ആയതുകൊണ്ട് ലാഗുണ്ട്. പക്ഷേ അമ്മേൻ്റെ കയ്യിലിരിക്കണ ടിയാഗോ, ഫസ്റ്റ് ഇറങ്ങിയ ടിയാഗോ ഫസ്റ്റ് ജെൻ, ഓക്കെ, അതിൻ്റെ AMT വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്ററാണ്. അത് പെട്രോളാണോ? അത് പെട്രോളാണ്. പെട്രോൾ ആണെങ്കിലും ഗിയർ ഷിഫ്റ്റ് ടൈമിങ്ങും ആ റെസ്പോൺസീവ്നെസ് അമ്മേൻ്റെ കയ്യിലുള്ള ടിയാഗോ ഭയങ്കര ലാഗാണ്. ഹെഡ് നോഡുണ്ട്, ഒരു റെസ്പോൺസ് ടൈം കുറവാണ്. മനസ്സിലായി. ഇതിന് പക്ഷേ ബെറ്ററാണ്, പക്ഷേ AMTൻ്റെ ലാഗുണ്ട്. എനിക്ക് തോന്നുന്നു ഓവർടേക്കിംഗ് സമയത്ത് മാനുവലിക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ബെറ്റർ ആണോ? അങ്ങനെയുണ്ട്. പക്ഷേ നമ്മളിപ്പം AMTൻ്റെ ആ ഒരു ട്രിക്കിനെസ് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളത് യൂസ്ഡ് ആവും. കാരണം നമ്മൾ മാനുവലായിട്ട് ഓടിക്കണ രീതി പോലെ തന്നെ ഉള്ളൂ. നമ്മൾ മാനുവലിൽ എത്ര സമയം എടുക്കുന്നു ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഉള്ളൂ AMTൻ്റെ റെസ്പോൺസ് ടൈം. അതുമല്ല, അത് ഡാറ്റ ആയതുകൊണ്ട് തന്നെ ഒന്ന് ബിൽഡ് ക്വാളിറ്റിയാണ് എടുക്കുന്ന ഒരുമാതിരിപ്പെട്ട മെജോറിറ്റി ആൾക്കാർ നോക്കുന്നത്.
പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി അത്യാവശ്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറഞ്ഞ 2800 കിലോമീറ്റർ ഓടിയതിൻ്റെ എനിക്ക് ആവറേജ് കിട്ടിയത് 18.9. ഹൈവേസിൽ ഹൈവേസും സിറ്റി ഹൈ റേഞ്ച് പോയി. കാസർഗോഡ് ഒരു റാണിപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഹൈ റേഞ്ച് പോയി. മംഗലാപുരം ഫുൾ ലോഡൊക്കെ വെച്ചോണ്ടാണ് പോയത്. എന്നിട്ടും ഈ 2800 കിലോമീറ്റർ ഓടിയത് ആവറേജ് 18.5. നോട്ട് ബാഡ്. അതും ഡീസലും കൂടിയാണല്ലോ, പെട്രോൾ ആകുമ്പോൾ ഒരു വർഷം കൂടിയുണ്ട്. നൈസ്. ഇതിപ്പോൾ ഇത്ര ആയല്ലോ, വണ്ടി എടുത്ത് ഇത്രയായി കൊണ്ട് നടക്കണം. കോമൺ ആയിട്ട് വരുന്ന പല പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ടാകും. അതിലെന്തെങ്കിലുമൊക്കെ ഒരു പണി ഇതിൽ കിട്ടിയിട്ടുണ്ടോ? ഒരു ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞ വാട്ടർ പമ്പ്, കൂളിന്റെ വാട്ടർ പമ്പ് പോണത്, സീലന്റ് പോണത്. അത് കോമൺ ഇഷ്യൂ ആണ്. കോമൺ ഇഷ്യൂ ആണെന്നാണ് സർവീസ് സെന്ററിൽ പറഞ്ഞത്, പക്ഷേ യൂട്യൂബിൽ നോക്കിയിട്ടൊന്നും അങ്ങനെ കണ്ടില്ല. കംപ്ലൈന്റ് പറഞ്ഞു. പിന്നെ ഉള്ളത് ഡ്രൈവർ സൈഡ് ഹെഡ്ലൈറ്റ്, അത് എപ്പോഴും ഫ്യൂസ് ആയി പോകും. ഈ സൈഡ് മാത്രം. അതിപ്പം റോഡിൽ ഓടുന്ന നെക്സോൺ കണ്ടാലും ഡ്രൈവർ സൈഡ് ഹെഡ്ലൈറ്റ് ആയിരിക്കും പോയേക്കണത്. ഇപ്പോൾ ഇത് 4ാമത്തെ ബൾബ് ഇട്ടേക്കണം. മാറ്റി LED ഒന്നും ആക്കാൻ നോക്കിയില്ല? LED എനിക്കത്ര ആവശ്യം തോന്നിയില്ല. ഇത് നൈറ്റ് ഡ്രൈവ്സ് കുറവാണോ? നൈറ്റ് ഡ്രൈവ്സ് ഉണ്ട്. അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. ഉണ്ട്. വേറൊരു ഇഷ്യൂ ഇതിൻ്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉണ്ടല്ലോ, ഒരു തവണ വന്നിട്ടുള്ളൂ. മ്യൂസിക് വണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോഴത്തേക്കും സ്റ്റക്ക് ആയിരിക്കുമായിരുന്നു. അതായത് സിസ്റ്റം ഫുള്ളി ജാമായി, സ്ക്രീൻ ഫുൾ ഹാങ് ആയി. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പവർ ബൂട്ട് എന്തോ ചെയ്തു, വണ്ടി ഓഫ് ചെയ്തു, എന്തോ ചെയ്തപ്പോഴത്തേക്കും റെഡിയായി. പിന്നെ വന്നിട്ടില്ല. പിന്നുള്ളത് ഓട്ടോ സെൻസിങ് വൈപ്പർ. അതിൻ്റെ മോഡെന്ന് വെച്ചാൽ ഓട്ടോ, പിന്നെ നമ്മളുടെ മീഡിയം സ്പീഡില്ലേ, പിന്നെ ഹൈ സ്പീഡ്. ഇപ്പം ചെറിയൊരു മഴയിൽ നമുക്ക് ഓട്ടോയിൽ ഇടാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ മറ്റേ 5 seconds ഡിലേ ഉള്ളതില്ലേ സാധാരണ മാനുവൽ വൈപ്പർ, അതില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇടണം. പക്ഷെ ഓട്ടോമാറ്റിക്കിൻ്റെ ഈ സെൻസറിൻ്റെ കാലിബ്രേഷൻ പോയതാണോ എനിക്കറിയില്ല. അപ്പം ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാലും ഒരു അത്യാവശ്യം നല്ല 5 second ഡിലേ ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് സ്പീഡും കൂടും. ചെറിയ മഴയായിരിക്കും, പെട്ടെന്ന് ഒരു അൺഅനൗൺസ്ഡ് പെട്ടെന്നായിട്ട് ഒരു ഇതില് മാനുവൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. അത് ഒരു ചെറിയൊരു ഡ്രോബാക്ക് കണ്ടുപിടിച്ചൊരു കാര്യം. മാനുവൽ സ്വിച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഈ 5 seconds ഡിലേ ഇല്ല. റസ്റ്റിങ്ങിന്റെ ഇഷ്യൂ അല്ലോ, കാരണം പൊതുവെ ടാറ്റയുടെ പ്രശ്നങ്ങൾ എല്ലാവരും പറഞ്ഞ റസ്റ്റിങ്ങിന്റെ. അത് പറഞ്ഞ ഞങ്ങളുടെ കയ്യിലുള്ള ടാറ്റേന്റെ ഒന്നിനും റസ്റ്റ് ഇഷ്യൂ ഇല്ല. ശരി. ഈ വണ്ടിക്ക് സൺറൂഫ് കാണുന്നുണ്ട്, സൺറൂഫിന്റെയും ഒരു ലീക്കോ ഒന്നുമില്ല. ശരി. പിന്നെ പൊതുവെ ടാറ്റയുടെ ഈ വണ്ടികൾക്ക് റൈഡ് മോഡ്സ് ഉണ്ടല്ലോ, അതായത് ഈക്കോ, സ്പോർട്ട്, സിറ്റി. ഇതിൽ ആക്ച്വലി വലിയ വ്യത്യാസം തോന്നാറുണ്ടോ? നല്ല രീതിയിൽ തോന്നാറുണ്ട്. AMT ആണെങ്കിൽ കൂടിയും ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റിന് റെസ്പോൺസ് ഇല്ല, അത് സെയിം ആണ്. ആക്സലറേഷനിൽ ത്രോട്ടിൽ റെസ്പോൺസ് മാറും. ഇത് 3 മോഡാ, സ്പോർട്സും സിറ്റിയും ഈക്കോ. സ്പോർട്സിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം ഇക്കോയിൽ ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സിറ്റി തന്നെ എനിക്കൊരു മിനിമം 20 കിട്ടുന്നുണ്ട് വിത്ത് AC. സിറ്റിയിൽ ഒരു 16-17 ആ റേഞ്ച്. സ്പോർട്സിൽ പിന്നെ സിറ്റിയിൽ ഓടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര റെസ്പോൺസാണ്, നമുക്ക് ആ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ സിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് 16 to 18 കിട്ടുന്നുണ്ട് വിത്ത് AC. ഓൾമോസ്റ്റ് 20 വരും. ഒരു ഡൾ ആയിട്ട് തോന്നും, പക്ഷെ എന്നാലും ഒരു മിനിമം ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ അതായിരിക്കും കുറെ കൂടി എളുപ്പം തോന്നുന്നു. ഇല്ല, സിറ്റിയാണ് നല്ലത്. കാരണം ബമ്പർ ടു ബമ്പർ ഇപ്പം ബാംഗ്ലൂരിലെ ട്രാഫിക് എന്ന് വെച്ചാൽ നമ്മളൊന്ന് ഡിലേ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഓൺ അടിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഇക്കോയില് ആ റെസ്പോൺസ് കുറവായിരിക്കും, പിക്കപ്പ് കുറവാണ്. സംഭവം വണ്ടി KL39 ആണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് യലങ്ക സൈഡാണ്, ബാംഗ്ലൂർ. ഈ വണ്ടി ബാംഗ്ലൂരാണ് കിടന്ന് ഓടുന്നത്, അതാണ് ബാംഗ്ലൂർ പറഞ്ഞത്. KL39 കാണുമ്പോൾ വിചാരിക്കുന്നത് കേരളത്തിലെവിടെയാണെന്നുള്ള, പക്ഷെ അല്ല, ഈ വണ്ടി ബാംഗ്ലൂരാണ് ഫുൾ ടൈം. ബാംഗ്ലൂരിന്റെ ഒരു കാട്ടിലാണ്. അതെ, ഇപ്പൊ നിൽക്കുന്നത് ബാംഗ്ലൂർ കാട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ വണ്ടീൻ്റെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ജെനിൽ എനിക്ക് കുറച്ച് പോരായ്മ എനിക്ക് തോന്നി. ലുക്സ് സെയിം ആണ്, ഇല്ല ഈ സെയിം ലുക്ക് തന്നെ, സെയിം ടെയിൽ ലൈറ്റ്, സെയിം ഹെഡ് ലൈറ്റ്. ഇന്റീരിയേഴ്സും അലോയും 5 സ്പോക്ക്, അത് ഇതെത്ര ഇപ്പം 8 സ്പോക്ക് അലോയ. അതൊരു വലുപ്പമായിട്ട് തോന്നും. മറ്റേത് 5 സ്പോക്കാ. പിന്നുള്ളത് ഫിസിക്കൽ ബട്ടൺസ് അവർ റിമൂവ് ചെയ്തു, ടച്ച് സ്ക്രീനിലാക്കി. ഇതാണ് ലാസ്റ്റ് ആ ഒരു ജനറേഷന്റെ ഫിസിക്കൽ ബട്ടൺസ് ഉള്ളത്. ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികൾക്കും കംപ്ലീറ്റ് സ്വിച്ചസ് ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കാനുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ എൻ്റെ ഒരു ഫാൻ അല്ല. എനിക്ക് പേഴ്സണലി ഫിസിക്കൽ ബട്ടൺസ് വേണം. ഇപ്പം ഏറ്റവും എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് പോളോന്റെ അത്യാവശ്യം നല്ല ഒരു വലിയൊരു ടച്ച് സ്ക്രീനും ഉണ്ട്, ചുറ്റും ഫിസിക്കൽ ബട്ടൺസും ഉണ്ട്.
അപ്പോൾ അതങ്ങനെ വെച്ചാണ് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന CB യൂണിറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. സ്ക്രീനില്ല, ടെസ്ലേൻ്റെ കോപ്പി ആക്കാൻ പോവാം. ശരി, അതാ. ഇപ്പം പുതിയ നെക്സോണിൻ്റെ തന്നെ സ്റ്റിയറിംഗിലും ഇതാണല്ലോ ടാറ്റേൻ്റെ ലോഗോ അതെ ഡിസ്പ്ലേ അതെ ആണ്. അതെ അതെ. പിന്നെ അത് എല്ലാം ഇപ്പൊ ഇറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അത് ഫിസിക്കൽ സ്വിച്ചസ് അവർ മാക്സിമം ഒഴിവാക്കാണ്, കംപ്ലീറ്റ് ഡിസ്പ്ലേട്ട് മാറ്റാണ്. അത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. ഈ പറഞ്ഞ പോലെ ടെസ്ല ഇൻസ്പയർഡ് ആയിരിക്കും, പക്ഷെ എനിക്കതൊരു എന്താ പറയാ അത്ര ഒരു സുഖകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതാണല്ലോ മറ്റേ ഫെദർ ടച്ച് ആ സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതെ അതിൻ്റെ ഒന്നും ഞാൻ വലിയ ഫാനൊന്നുമല്ല. എക്സാക്ട്ലി. ഞാൻ ഈ അടുത്ത് എൻ്റെ ഫ്രണ്ടിന്റെ ടൈഗുൺ അതിന്റെ AC കൺട്രോൾസ് സ്വൈപ്പാണ്. സ്വൈപ്പ് ഞാൻ ഇത് നോക്കി കഴിഞ്ഞപ്പോ അത് നമ്മൾ വണ്ടി ഓടിച്ചിട്ടിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് നോക്കി 2-3 സെക്കൻഡ് ഡിലേ ഒക്കെ എടുത്തു കൂട്ടാനും കുറയ്ക്കാനില്ല. വണ്ടി ഓടിക്കുന്ന ആൾക്ക് റോഡിൽ നിന്ന് കണ്ണിറക്കണം. എക്സാക്ട്ലി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ടച്ച് കൺട്രോൾസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടർക്ക് എങ്ങനെയാണ്, നിങ്ങൾക്കെല്ലാം ഈ ടച്ച് സ്ക്രീനിലോട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ഫിസിക്കൽ സ്വിച്ചസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള താഴെ കമൻറ്റ്സ് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. ഇത്രയും നേരം നമ്മൾ അനന്തുവിൻ്റെ ഒരു പോസിറ്റീവ് റിവ്യൂസ് ആണ് മൊത്തം ടാറ്റനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞില്ലേ ക്യാമറ പുറകെ നിൽക്കുന്ന ഫ്രണ്ട്, ആളുടെ പേരെന്ന് ഞാൻ മറന്നു. ആളുടെ പേര് അനന്തു തന്നെയാണല്ലേ. ആളുടെ പേരും അനന്തു എന്നാണ്. പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലും പുള്ളിക്ക് എക്സ്പീരിയൻസിന്റെ കുറച്ച് കാര്യങ്ങൾ, പുള്ളി ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ കുറച്ച് മടി കാണിക്കുകയാണ്. അപ്പോൾ ഈ അനന്തു തന്നെ പുള്ളി ക്യാമറയുടെ പുറകിലിരിക്കുന്ന ആളുടെ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. എന്തൊക്കെയാണ് പുള്ളിക്ക് തോന്നിയ പ്രശ്നങ്ങളൊക്കെ? ക്യാമറമാന് ഞാൻ ടാറ്റ ഫാൻ ബോയ് ആണ്. ഓക്കെ. ടാറ്റനെ ഹേറ്റ് ചെയ്യണ ഒരാൾക്ക് മോഹം ഉണ്ടെങ്കിൽ ആ ക്യാമറ പുറകെ ക്യാമറേന്റെ പുറകിലുള്ളവന്. അതായത് ഇവന് ഫുൾ ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അനന്ത് മാത്രമായിരിക്കില്ല, വേറെ പലർക്കും ഈ പ്രശ്നങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. കാരണം അതേപോലെ തന്നെ ടാറ്റയ്ക്ക് കുറെ ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ടാറ്റനെ ഹേറ്റ് ചെയ്യുന്നത് ഞാൻ പറയില്ല, കാരണം എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. എനിക്കങ്ങനെ ടാറ്റ കൊണ്ടൊരു വെറുക്കപ്പെട്ടൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ കുറച്ച് വണ്ടി ഓടിച്ചിട്ടുള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ നെക്സോൺ EV മാക്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൊച്ചി ട്രിവാൻഡ്രം പോയി വന്നു. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, അതുകൊണ്ട് 2 പ്രാവശ്യം മൂന്നാർ പോയി വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല പൊതുവേ ഉള്ള ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അനന്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് കിടക്കാം. ഇപ്പം അവന് റീസെൻ്റ് ആയിട്ടൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നത് ടെസ്റ്റ് ഡ്രൈവ് വിളിച്ചപ്പോഴാണ്. ഓക്കെ, ഏത് വണ്ടിയായിരുന്നു? ടിയാഗോ EV. ഓക്കെ ഓക്കെ. ഒരുപക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് നല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ്റെ മുറ്റത്തൊരു ടിയാഗോ EV കിടന്നേനെ. ഓക്കെ, അതെന്താ സംഭവിച്ചത്? ടിയാഗോ EV ടെസ്റ്റ് ഡ്രൈവ് വിളിച്ചു. വന്ന വണ്ടീൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്. അതായത് ഇൻസൈഡ് റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, മാവലിക്കര. അതിന്റെ എല്ലാം പൊളിഞ്ഞു കിടക്കുക. സൈഡ് മിററില്ല. ടെസ്റ്റ് ഡ്രൈവ് വന്ന വണ്ടി ക്ലീൻ ഉണ്ടല്ല, ഒരു മോശ കണ്ടീഷൻ. റാലിക്ക് കൊണ്ടുവന്ന പോലെ. അപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തപ്പോ ഇവര് പറഞ്ഞത് എന്താ സ്റ്റോക്ക് ഇല്ലെന്നോ, അപ്പൊ അടുത്ത തവണ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ടിയാഗോയും കൊണ്ടുവന്നു, പഞ്ചും കൊണ്ടുവന്നു അല്ലേ. പഞ്ചും കൊണ്ടുവന്നു, 2 EV. രണ്ടിന്റെയും പിന്നെ മോശമാണ്. ഈ വണ്ടികളാണ് കസ്റ്റമേഴ്സിന് ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കുന്നത്. അതൊരു ഇത്തിരി മോശമുള്ള കാര്യം തന്നെയാണ്. അത് ടാറ്റനെ കുറ്റം പറയാൻ പറ്റില്ല, ആ ഡീലറിനെയാണ്. ആ ഡീലറിന്റെ ആയിരിക്കും പ്രശ്നം. അതെ അതെ. അപ്പൊ അത് അവര് ശരിക്കും നോക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ പോണത്. കാരണം ഞാനും കുറെ പറഞ്ഞു കേട്ടിട്ടുള്ള ടാറ്റയുടെ വണ്ടികൾക്ക് പൊതുവെ കംപ്ലൈന്റ്സ് ഇല്ല, പക്ഷെ സർവീസ് അവരുടെ ബിഹേവിയറൽ ഇഷ്യൂ അത്. അപ്പം ഓൾമോസ്റ്റ് ടിയാഗോ EV എടുക്കാനുള്ള ഒരു മൈൻഡിലായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ടെന്ന് വെച്ചു. വേറെ എടുത്തോ? എടുക്കാൻ പോവാന്ന് കേട്ടു. പിന്നെന്താണ് പുള്ളിക്ക് ഇത്ര കാരണം? അവൻ ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നോക്കുന്ന ആളാണ്. ഉണ്ട്, അത് പല ആൾക്കാരുണ്ട്. ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാനൊന്നും ഡീറ്റെയിൽസ് ശ്രദ്ധിക്കാറ്, പക്ഷെ എൻ്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ഈവൻ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഭയങ്കര ശ്രദ്ധിക്കും. അപ്പൊ അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യം പാനൽ ഗ്യാപ്സാണ്. ടാറ്റയ്ക്ക് പൊതുവെ പാനൽ ഗ്യാപ്സ് ഉണ്ട്. ഇപ്പം ഡാഷ്ബോർഡിന്റെ തന്നെ സർക്കംഫറൻസ് ഉണ്ടല്ലോ, ഇവിടെ ഇത്രേ ഉള്ളൂ പാനൽ ഗ്യാപ്പ്, ഇവിടെ ഇത്രയുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഒക്കെ ശരിക്കും. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ക്യാമറ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ലെവൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ നെക്സോൺ EV മാക്സിൽ ശ്രദ്ധിച്ചതാണ്. അതൊക്കെ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ യെസ് പ്രശ്നങ്ങളാണ്, പക്ഷെ ഇതൊന്നും വയ്ക്കാത്ത ഒരു കൂട്ടരുണ്ട്. യൂസ് ടു ആവും, നമ്മൾ വി ലേൺ ടു ലിവ് വിത്ത് ദാറ്റ്. അതെ, അത് വെച്ച് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് നല്ലതാണ്. സർവീസ് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം, ബാഡ് എക്സ്പീരിയൻസ്. ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്, സർവീസ് ഇത്രേ വരുന്നുള്ളൂ, ബിൽ ക്വാളിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഹാപ്പിയാണ്. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സർവീസ് സെന്റർ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് കൂടുതലും. വണ്ടിയുടെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ വണ്ടിയുടെ ഉണ്ട്, വൺ ഓഫ് കേസസ് വണ്ടികളുടെ ഉണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഹാരിയർ എടുത്തു ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ റൈറ്റ് ഡോർ തുരുമ്പ്.
തുരുമ്പ്. അതായത് റസ്റ്റിംഗ് കയറിയിട്ട് ഡോറ് ഓൾമോസ്റ്റ് വിട്ടുപോരുകയാണ്. ആ സിറ്റുവേഷൻ കൊണ്ടേ കൊടുത്ത് ആ ഡോർ റീപ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഡോർ വീണ്ടും ഈ പ്രശ്നം. എന്നോട് ചോദിച്ചാൽ എന്താ കാരണം എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ വൺ ഓഫ് കേസുകൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കാറുണ്ട്. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ റസ്റ്റിംഗ് ഇഷ്യൂ ഒക്കെ പ്രോപ്പർ PDI ചെയ്യാണ്ട് വണ്ടി എടുക്കുമ്പോഴൊക്കെ വരും. പിന്നെ ഒരു വണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് അല്ലല്ലോ, എന്തെങ്കിലും പ്രശ്നം എവിടെയൊക്കെ ഉണ്ടാവും. ഞാൻ നോക്കിയിട്ട് കുറെ കോമൺ ഇഷ്യൂസിൽ ഇവരുടെ യാർഡിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്. അത് ഈ വണ്ടി ഹാൻഡിൽ ചെയ്ത് വണ്ടി നാട്ടിലെത്തിക്കുമ്പോഴത്തേക്ക് റഫ് യൂസ് ചെയ്യുക. അത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ടാറ്റയ്ക്ക് മാത്രമല്ല കേട്ടോ, ഈ പ്രശ്നം ഏത് വണ്ടിക്കും ഉണ്ട്. ഇപ്പൊ എന്റെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാന്നുണ്ടെങ്കിൽ ആ ഏതൊരു വണ്ടി ഇപ്പൊ യൂസ്ഡ് ആണെങ്കിലും പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു ടീമിനെ വിളിച്ചാൽ തന്നെ ആക്ച്വലി നല്ലതാണ്. കാരണം നമുക്ക് പുതിയ വണ്ടിയാണെന്ന് വെച്ചാൽ കണ്ണും പൂട്ടി എടുക്കുന്നതിന് അർത്ഥമില്ല. പല പ്രശ്നങ്ങളും നമുക്ക് വണ്ടിയുണ്ട്. അത് വണ്ടിയുടെ കുഴപ്പമില്ല, അത് ഡീലർഷിപ്പ് സൈഡിൽ നിന്ന് വരുന്ന ഓരോ പ്രശ്നങ്ങളാണ് അവർ കവറപ്പ് ചെയ്യാൻ നോക്കുന്നത്. വെരി സോറി ടു സേ ദിസ്, ഇത് ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്, പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. യൂസ്ഡ് വണ്ടി ഓബിയസ്ലി നമ്മൾ PDI ചെയ്യണം. പുതിയ വണ്ടി ആണെങ്കിൽ കൂടിയും ഒരു PDI ചെയ്യുന്ന പല ടീമുകളൊക്കെ ഉണ്ട്. അവരെ വിളിച്ച് നോക്കിയാണ് ഒരു 6,000 8,000 ചാർജ് വരുന്നത് കൊടുക്കുക. എക്സാക്ട്ലി. വണ്ടി നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് വണ്ടി ഇറക്കാലോ എന്നുള്ളത് ഇതുണ്ട്. ഇന്നത്തെ കാലം അങ്ങനെയായി മാറിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് ഒരു ഇഷ്യൂ കൂടെ ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് ഡ്രൈവ് വന്ന് ടിയാഗോയില് അതിന്റെ ഫ്യൂൽ ലിഡ് ഒരു ഇഷ്യൂ ഉണ്ട്. ടിയാഗോന് പൊതുവെ ഒരു ഇഷ്യൂ ഉണ്ട്. അമ്മേന്റെ വണ്ടിക്ക് ആണെങ്കിലും ലിഡ് അടച്ച് റൗണ്ട് വരുന്നു. അത് അടച്ചു കഴിയുമ്പോഴത്തേക്കും ലിഡ് കുറച്ച് ഉള്ളിലേക്കാണ്. പക്ഷെ ടെസ്റ്റ് ഡ്രൈവ് വന്ന വണ്ടീന്റെ ഉള്ളിലേക്കുമാണ് അലൈൻമെന്റും വ്യത്യാസമാണ്, കുറച്ച് ടിൽറ്റഡ് ആയിട്ടിരുന്നത്. അപ്പൊ അത് ഓവർ ദ ടൈം അടച്ചടച്ച് റസ്റ്റ് ഇഷ്യൂ വരാൻ തുടങ്ങി അവിടെ. ഈ ഭാഗത്ത് ടെസ്റ്റ് ഡ്രൈവ് വന്ന വണ്ടി. അതൊക്കെ അവര് മനസ്സിൽ വെക്കണം. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. എക്സാക്ട്ലി, ഏതൊരു വണ്ടിയാണെന്നുണ്ട്. അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് വന്ന വണ്ടി തന്നെ വളരെ മോശമായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും പുള്ളിയെ കുറ്റം പറയില്ല. കാരണം ഇപ്പൊ ഞാനാണെങ്കിൽ കൂടി അങ്ങനത്തെ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വണ്ടി എടുക്കില്ല. എനിക്കൊരു സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായത്. ഞാൻ കൂടുതലും ബൈക്കുകളാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈയിടെയാണ് ഞാൻ കാറിന്റെ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. ബൈക്കിന്റെ കൂടുതൽ ചെയ്യാൻ സമയത്ത് ഞാൻ ഇതുപോലെ എന്റെ ബൈക്ക് എടുക്കാൻ നേരത്തെ ഞാൻ CB350 എടുക്കുന്നതിന് മുന്നേ ഈ നമ്മുടെ ഇത് പോയി നോക്കിയിട്ടുണ്ട്, SD പോയി നോക്കിയായിരുന്നു. 3 വണ്ടിയും ഷോറൂമിന്റെ അകത്ത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന വണ്ടിയായിരുന്നു. 3 വണ്ടികൾ ആകുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു പേര് കിട്ടുന്നില്ല. ഒന്ന് അവിടെ ക്ലാസിക് ജാവ വരുന്നത്, പിന്നെ ജാവ 42, പിന്നെ ബോബർ. ഈ 3 വണ്ടിയാണ് ഞാൻ ഓടിച്ചത്. 3 ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. ഈ വണ്ടിയാണ് സംഭവം ശരിയാണ്. നമുക്ക് നോക്കുമ്പോൾ തുടച്ചു വെച്ചിരിക്കുന്ന വണ്ടി ഷോറൂമിൽ ഇറക്കി തരുന്നു, സാർ ഓടിച്ചോന്ന് പറഞ്ഞു തരുന്നു. എനിക്ക് 3 വണ്ടി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ 3 വണ്ടി അവിടെ സെയിൽസിന്റെ വീട് പറഞ്ഞു, ഈ വണ്ടിയാണോ എല്ലാവർക്കും സേവനം കൊടുക്കുന്നത്? അതേ സാർ, എന്താ കുഴപ്പം? ഒട്ടും വെൽ മെയിൻറ്റൈൻഡ് അല്ല വണ്ടി. ഏതൊരാൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ വണ്ടി വേണ്ടെന്ന് പറഞ്ഞു പോകും. ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ്. ഞാൻ ഒരിക്കലും വണ്ടിയുടെ കുറ്റം പറയില്ല. കാരണം മോജോ ഇൻസ്പയർഡ് അതിൽ നിന്നാണല്ലോ ഈ ഒരു കാറ്റഗറി. മോജോയില് ഒരു ഇഷ്യൂ വന്നില്ലായിരുന്നോ ടെസ്റ്റ് ഡ്രൈവിന് പോയപ്പോ? മോജോ ഇല്ല, മോജോ ആ സമയത്ത് വണ്ടികളില്ല. മോജോ ആ സമയത്ത് ആലുവയിൽ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി മോജോ ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ USD ഷോക്സ് ഒക്കെ മാറിയില്ലേ, സിംഗിൾ സൈലൻസർ ഒക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് ആ വണ്ടിയുടെ ലുക്ക് പോയ പോലെ തോന്നി. പിന്നെ ആ വണ്ടി കിട്ടാണ്ടായി. പിന്നെ യൂസ്ഡ് ഭയങ്കര റേറ്റ് ആയിരുന്നു ആ സമയത്ത്, 2020-21 സമയത്ത്. ഇന്ന് പിന്നെ യൂസ്ഡ് കിട്ടാനേ ഇല്ല. കിട്ടാണ്ടായി തന്നെ കുറച്ച് പാടാണ്. മോജോ എന്താണെന്ന് അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് മോജോ നല്ലൊരു ബൈക്ക്. അതെ അതെ, സൗണ്ട് നല്ല. അത് എനിക്ക് തോന്നുന്നു അതിന്റെ പേര് അത് UT എന്നായിരുന്നു, UT 300 എന്തായിരുന്നു. ലാസ്റ്റ് ഇപ്പൊ ഇറങ്ങുന്ന USD ഫോക്സ് മാറി ടെലിസ്കോപ്പിക് ആയി, സിംഗിൾ ഷോക്ക് ആയപ്പോ അതിന്റെ പേര് എനിക്ക് തോന്നുന്നു XT എന്നാണോ, എനിക്ക് ഓർമ്മ കൺഫ്യൂഷൻ ഉണ്ട്. ഡബിൾ ബാരൽ ഹെഡ്ലൈറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ അതെ അതെ, നമ്മൾ വിഷയത്തിൽ തെന്നി മാറിപ്പോയി. അപ്പൊ നെക്സോണിനെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഈ ക്യാമറമാന് ഞങ്ങളൊരു രാമേശ്വരം കൊടൈക്കനാൽ ട്രിപ്പ് പോയായിരുന്നു. ഇതില് തന്നെ ഒരു 1800 കിലോമീറ്റർ ഇതില് പോയായിരുന്നു. ഓടിച്ചിട്ട് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ടാറ്റ ഇതാണെന്നാണ് പറഞ്ഞത്. ടാറ്റ ഹേറ്റർ ആണെങ്കിൽ കൂടി ഇത്രയും ദൂരം വണ്ടി ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കേട്ടോ. പുള്ളിക്ക് കിട്ടിയ വണ്ടി എന്തായിരുന്നു? അത്രയും മോശമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ് പുള്ളിക്ക് ടെസ്റ്റ് ഡ്രൈവിന് വന്നത്. നല്ല വണ്ടി ഓടിച്ചപ്പോൾ ആ വ്യത്യാസം വന്നതാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് 10 പേരെടുത്ത് കഴിഞ്ഞാൽ 4 പേര് ആ വ്യത്യാസം വരണം. എനിക്കും തോന്നുന്നത് ഈ സർവീസ് സെന്റേഴ്സ് അല്ലെങ്കിൽ ഷോറൂമിലെ ആൾക്കാർ അവരുടെ വണ്ടി മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് വരുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഒരു നല്ല ഇംപ്രഷൻ ആയിരിക്കും വണ്ടിയിൽ ഉണ്ടാവുക. ആ ഇംപ്രഷനിലാണ് കാര്യം ഇരിക്കുന്നത്. എക്സാക്ട്ലി, ആ ഒരു കസ്റ്റമർ സർവീസ്, ആ ഒരു എക്സ്പീരിയൻസ്. അത് പക്ഷെ ഞാൻ കൂടുതലും കേട്ടിട്ടുള്ള ടാറ്റയ്ക്കാണ് ഈ പ്രശ്നമുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പക്ഷെ സ്റ്റേറ്റ് വൈസ് ഉള്ള ഇഷ്യൂ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടിയാഗോ ഞങ്ങൾ ഓൾമോസ്റ്റ് 3 years മംഗലാപുരത്തായിരുന്നു സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. വണ്ടി മേടിച്ചു, എറണാകുളം RTO രജിസ്റ്റർ ചെയ്തു, പിറ്റേ ദിവസം മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ഓൾമോസ്റ്റ് 3 years ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അവിടുത്തെ എക്സ്പീരിയൻസും എനിക്ക് നല്ലതായിട്ട് തോന്നി. എനിക്കങ്ങനെ അതാ പറഞ്ഞത്, ആദ്യം പറഞ്ഞ പോലെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ വന്നിട്ടില്ല. അനന്തുവിന്റെ കേസിൽ അനന്തുവിന് ഇവിടെ കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും സർവീസ് ആയിരുന്നു ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഇപ്പം ബാംഗ്ലൂരിലാണെങ്കിൽ തന്നെ ഞാൻ ഇവിടെ പ്രേരണ മോട്ടോഴ്സ് എന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ സർവീസ് ആയിട്ട് തോന്നുന്നുണ്ട് ബാക്കി ഇവിടുത്തെ സർവീസ് വെച്ച് നോക്കുമ്പോൾ. എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല.
അപ്പോൾ ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പലർക്കും അറിയാവുന്നതാണ്, അടിപൊളിയാണെന്നുള്ളത്. ഈ ബിൽഡ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ എപ്പോഴെങ്കിലും സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു? നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ. അന്നാണ് ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണത് ടാറ്റൻ്റെ ബിൽഡ് ക്വാളിറ്റി. ക്യാമറമാനും ഞാനും ക്യാമറമാൻ്റെ ഒരു കസിനായിട്ട് ഞങ്ങൾ രാമേശ്വരം കൊടൈക്കനാൽ ട്രിപ്പ് പോവുക. രാമേശ്വരം എത്തുന്നതിന് മുമ്പ് ഒരു സ്ട്രെച്ച് ഉണ്ട്, ഒരു 100 കിലോമീറ്റേഴ്സ് സിംഗിൾ സ്ട്രെയിറ്റ് റോഡ്, 2-way റോഡാണ്. അവിടെ ഒരു 120-130 പിടിച്ച് പോവുക. ഞങ്ങൾ എങ്ങനെയും സൺസെറ്റിന് മുമ്പ് ധനുഷ്കോടി എത്തണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പോയത്. ഒരു 120-130 പോയി. പെട്ടെന്ന് ഒരു പട്ടി കുറുകെ ആടി. ഇടിച്ച് പട്ടീനെ കണ്ടു. ഞാൻ ഉടനെ സഡൻ ബ്രേക്ക് ഇട്ടു. എന്നാലും 90-ലാണ് പട്ടീനെ ഇടിച്ചത്. ഞാൻ പക്ഷേ പ്രിപ്പയറായി. പട്ടി ഒന്ന് ഇടിക്കണതിന് മുമ്പ് ഞാൻ ഹാൻഡിൽ പിടിച്ചു. ഞാൻ ഓർത്ത് മിക്കവാറും എയർ ബാഗൊക്കെ പൊട്ടും, എല്ലാം മൈൻഡിൽ പോയി. ബ്രേക്ക് അടിക്കുകയും ഞാൻ സ്റ്റിയറിംഗിൽ നല്ല ഫേം ഗ്രിപ്പായിട്ട് നിന്നു. എയർ ബാഗ് വരുമെന്ന് ഓർത്തു, പക്ഷെ ഒന്നും വന്നില്ല. പട്ടീൻ്റെ കാര്യം തീരുമാനമായി. പക്ഷെ ഇത്രയും ഡാമേജേ വന്നിട്ടുള്ളൂ. നമ്പർ പ്ലേറ്റ് ഒന്ന് വളഞ്ഞു. വണ്ടി ഇടിച്ചിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ആസിഡ്സ് തന്നെ കൊണ്ടു നടക്കാൻ ഒന്നും പറ്റിയിട്ടില്ല. നമ്പർ പ്ലേറ്റ് ഒന്ന് വളഞ്ഞു. പിന്നെ പട്ടീൻ്റെ പല്ലെന്തോ കൊണ്ടാന്ന് തോന്നുന്നു, ഇവിടെ പ്ലാസ്റ്റിക് ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് ഗ്രില്ല് ഒരു പീസായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് ഒരൊറ്റ പീസ്, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ടാറ്റേൻ്റെ എന്തോ ബുൾബാർ ഉണ്ട്, അത് കൺഫേം. അല്ലെങ്കിൽ ഒരു സാധാരണ എന്താ പറയുക, ഒരു സ്വിഫ്റ്റ് വെച്ചിട്ടാണ്, മാരുതി വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ സ്വിഫ്റ്റ് ഇൻ കേസ് ആ ഒരു സ്പീഡിൽ ഒരു പട്ടി അടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് മൊത്തം പോകും. വണ്ടിന്റെ അടി വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഫുൾ ഇത് മൊത്തം റീപ്ലേസ് ചെയ്യേണ്ടി വരും. അന്നത്തെ ആ ഒരു ട്രിപ്പ് കുളമാവും. പക്ഷെ അതും വെച്ചോണ്ട് ഞങ്ങൾ പോയി, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നമ്പർ പ്ലേറ്റ് കുറച്ചുകൂടെ ചളങ്ങിയിരിക്കുവായിരുന്നു, അടിച്ചൊന്ന് റെഡിയാക്കി. അപ്പൊ അത് ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി തെളിയിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പട്ടിയുടെ കാര്യം എനിക്കും കുറച്ച് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഹൈവേസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടില് പട്ടികൾ എവിടെ നിന്നൊക്കെയോ വരും. പട്ടികൾ മാത്രമല്ല, പശുക്കളൊന്നും ചില സമയത്ത്. പശു വരുന്നെങ്കിൽ പറയാൻ പറ്റില്ല എന്താവും എന്നുള്ളത്. കാരണം ഒരു ഓപ്പൺ സ്ട്രെച്ച് റോഡ്, നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ചുറ്റൊന്നും ഇല്ല. കാറിലാവുമ്പോൾ ആക്ച്വലി നമ്മൾ സേഫാണ്. ബൈക്കിൽ ഇടിക്കുന്നത് ഓർത്ത് നോക്കി. അതിന്റെ പല ഫ്രണ്ട്സിനുണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വണ്ടി ഇടിച്ച് വീണ് പലർക്കും ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്, ഈ പട്ടി റോഡിലേക്ക് ചാടാന്ന് പറഞ്ഞാൽ. നമുക്ക് പറയാൻ പറ്റും അവിടെ നിന്ന് നമ്മളൊരു 100-120 പോകുമ്പോൾ പട്ടി വരെ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമാണ് ഈ പട്ടി, പിന്നെ ഈ പശു കാര്യങ്ങളൊക്കെ. അപ്പോൾ ടാറ്റ നെക്സോണിന്റെ ഒരു വളരെ ഹാപ്പി കസ്റ്റമറിന്റെ ഒരു റിവ്യൂ ആയിരുന്നു നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ കാണുന്നതിൽ ടാറ്റ നെക്സോൺ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും, നിങ്ങൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ കമന്റ്സ് അറിയിക്കുക. ഞങ്ങൾക്കും ഒന്ന് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടെന്നുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. ഓട്ടോമൊബൈൽ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഒരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.